പൗരന്മാർക്ക് മാത്രമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് വോട്ടർ ഐ ഡി, ആധാർ, പാസ്പോർട്ട്, റേഷൻ കാർഡുകൾ തുടങ്ങിയ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകളെല്ലാം ഈ വ്യാജമായിട്ട് കൈവശം വയ്ക്കുന്നതായിട്ട് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിലോട്ട് ഒരു നിർദ്ദേശം അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു തെരച്ചിൽ ഊർജിതമാക്കണം, അങ്ങനെയുള്ള വ്യാജ പൗരന്മാരെ കണ്ടെത്തണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് ഇവർ ഈ വ്യാജ ഐ ഡികൾ ഉപയോഗിച്ചിട്ട് നിയമവിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഈ SIR എന്തിനു ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല കേട്ടോ അത്. നമ്മളിപ്പോൾ ഈ ആഭ്യന്തര സുരക്ഷ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ സിസ്റ്റം എന്തുമാത്രം ദുർബലമാണെന്ന് ആലോചിച്ച് നോക്കും. എത്ര ദുർബലമാണെന്നറിയോ? ഇപ്പോൾ ഇന്ത്യയിലേക്ക് ആർക്കും വരാൻ പോകാമെന്നത് നമ്മുടെ വലിയ മനസ്സാണ്. അതിഥി ദേവോ ഭവ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഈ വരുന്നവൻ ആരാണ്? വന്നു കഴിഞ്ഞാൽ വന്ന സമയത്ത് പറഞ്ഞ സമയത്ത് അവന് കൊടുത്ത വിസ സമയത്ത് അവൻ തിരിച്ചു പോകുന്നുണ്ടോ? വന്നിട്ട് അവൻ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു, ആരെയൊക്കെ കാണുന്നു, അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് സംവിധാനമുണ്ടോ? ഇവൻ ഇവിടെ വന്നിട്ട് കാലാവധി കഴിഞ്ഞിട്ട് ഇവിടെ തങ്ങുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവനിവിടെ സ്ഥിരമായി താമസിക്കാനുള്ള രേഖകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു, എങ്ങനെ സംഘടിപ്പിച്ചെടുക്കുന്നു? നമ്മുടെ സിസ്റ്റം എന്തുമാത്രം കറപ്റ്റാണെന്ന് അറിയാൻ അത് മാത്രം മതി. എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് മുമ്പ് പാകിസ്ഥാൻ യാത്രക്ക് പോയി. പാകിസ്ഥാനിലേക്ക് പോവുക അത്ര എളുപ്പമല്ല. അപ്പോൾ പാകിസ്ഥാനിലേക്ക് വാജ്പേയി വന്നതിന് ശേഷമാണ് കുറച്ചൊന്ന് ഉദാരമാക്കിയത്. അപ്പോൾ പത്രപ്രവർത്തകനാണ്, മീഡിയ പ്രവർത്തകനാണ്. അവൻ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ഭയങ്കര സ്ട്രിക്റ്റായ ചെക്കിംഗ് ആണ്. വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് കടത്തി വിടുമ്പോൾ എല്ലാം ഓക്കെയാണ്. ഇവൻ ജെനുവിനാണെന്ന് ബോധ്യപ്പെട്ടാൽ അവനെ സന്തോഷപൂർവ്വം കൊണ്ടുപോയി വഴി കാണിച്ചു കൊടുക്കാനൊക്കെ അവർ കൂടെ പോകും. ഇവൻ തിരിച്ചു വന്നപ്പോൾ അവൻ അവിടുത്തെ കൃത്യസമയത്ത് പാകിസ്ഥാനിലെ പര്യടനം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോൾ നമ്മുടെ അതിർത്തിയിൽ തിരിച്ചു കയറുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുള്ള അനുഭവം, തിരിച്ചു വരുമ്പോൾ ഇന്ത്യൻ എമിഗ്രേഷനിൽ ഇവനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നാണ് നോക്കുന്നത്. അത് പാകിസ്ഥാനായതുകൊണ്ട് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്ന് തന്നെ സ്ഥിതി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ പാസ്പോർട്ട് നോക്കുന്നു, വിസ നോക്കുന്നു, എവിടെയെങ്കിലും ഒരു കുറി ഇട്ടിട്ട് ഇവനെ അവിടെ തടഞ്ഞു വെക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ എന്നാ നോക്കുന്നത്. എന്ന് മാത്രമല്ല, എന്താണ് ഇവർ നോക്കുന്നതെന്നറിയാം? കൂട്ടത്തിൽ ഈ വരുന്ന പെട്ടിയിൽ പണമുണ്ടോ, സ്വർണ്ണമുണ്ടോ, ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും എങ്ങനെയെങ്കിലും അടിച്ചെടുക്കാൻ പറ്റുമോ? ഒന്നും വേണ്ട. ഏറ്റവും ചുരുങ്ങിയത് ഒരു ചെറിയ സംഖ്യയെങ്കിലും കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടല്ലാതെ ഇവർ ആളുകളെ കയറ്റിവിടില്ല. അപ്പോൾ ആളുകളെ ബുദ്ധിമുട്ടിച്ച് കാശ് കൈക്കലാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യാതൊരു വേണ്ടാധീനവും ഇല്ലാതെ നേരെ ചൊവ്വേ പോയി വരുന്ന മാധ്യമപ്രവർത്തകനായ ഒരാളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ കള്ളത്തരത്തിന് വേണ്ടി വരുന്നവരോ, ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തകർക്ക് വരുന്നവരോ, ചാരന്മാരോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് നമ്മൾ പിടിച്ച ചാരന്മാരുടെ എണ്ണം ഓർമ്മയില്ലേ? ജ്യോതി മൽഹോത്ര, വിശാൽ യാദവ്, അങ്ങനെ ഒരുപാട് പേര്, 12 ഇതില്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയേറെ ചാരന്മാര് ഇവിടെ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ആ പണി ഏൽക്കുന്നത്? ഇത് മാത്രമാണോ? എയർഫോഴ്സിൽ മറ്റൊരു UD ക്ലർക്കും പിടിക്കപ്പെട്ടിരുന്നു അവിടെ എയർപോർട്ട്. അത് മാത്രമല്ല, അവനെ വിശാൽ യാദവ് തന്നെ അവിടുത്തെ ജീവനക്കാരനാണ്, ആർമിയിലെ ജീവനക്കാരനാണ്. അപ്പോൾ ആർമിയിലാണോ എയർഫോഴ്സിലാണോ? എന്തായാലും നമ്മുടെ പട്ടാളത്തിലെ നമ്മുടെ സൈന്യത്തിലെ ജീവനക്കാർ പോലും ചാരന്മാരാകുന്നത് എങ്ങനെയാണ്? എത്ര എളുപ്പമാണ് കാര്യങ്ങൾ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജ്യോതി മൽഹോത്രയെ കുറിച്ച് നമ്മൾ പറയുന്ന വ്യക്തി 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തിന് ഒറ്റ കൊടുത്തത്. ലോൺ എടുത്ത് ഒരു പേഴ്സണൽ ലോൺ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഈ നക്കാപ്പിച്ചക്ക് വേണ്ടി 40 വെള്ളിക്കാശിന് വേണ്ടി ആരെയും നമ്മൾ സ്വന്തം രാജ്യത്തെയും ഒറ്റി കൊടുക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. നമുക്ക് മടിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ആ മനസ്സുമായി പുറത്തുനിന്ന് വന്ന ആളുകൾക്കും ചെയ്യാം. അവർക്കിവിടെ ഏത് രേഖയും സ്വന്തമാക്കാം. ഇപ്പൊ എൻ്റെ നാട്ടിൽ ഈയിടെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ ഒരു കേസ്, കളവ് കേസ് പിടിച്ചു. ഇയാളുടെ രേഖ പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ ആധാർ ഉണ്ട്. ഈ ആധാർ കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് മനസ്സിലായത് ഇയാൾക്ക് കോഴിക്കോട്ടങ്ങാടിയിൽ ആരോ അടിച്ചു കൊടുത്താണ് ആധാർ. ഏതോ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് അടിച്ചു കൊടുത്താണ്. എന്താ കാര്യം എന്നറിയോ? ഇയാൾ ഈ രാജ്യക്കാരനെ അല്ല, വ്യാജമായി ആധാർ അടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ഇയാളോട് ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കുമ്പോൾ ഇയാൾ ബംഗ്ലാദേശിലെ സില്ലറ്റുകാരനാണ്.
അവിടുന്ന് അതിർത്തി കടന്നിട്ട് ആസാമിലും കണ്ടെത്തിയതാണ്. ഞാൻ ചോദിച്ചു എങ്ങനെ പോകുന്നു അതിർത്തി കടന്നു? സാറേ 100 രൂപ. അവൻ പറയാം, നമ്മളെക്കാൾ നന്നായി മലയാളം പറയുവാൻ, കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ട്. 100 രൂപ കൈക്കൂലി കൊടുത്താൽ വലിയ സംഖ്യയാണ് അവിടെ. അങ്ങനെ കയറി വരാൻ പറ്റും ഈ രാജ്യത്തെ. അപ്പോൾ അവനിവിടെ ആധാർ ഉണ്ടാക്കാൻ പറ്റും, അവൻ എത്ര കാലം വേണമെങ്കിൽ തങ്ങാൻ പറ്റും. അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ. അത് എനിക്ക് തോന്നുന്നു MHAക്ക്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് വിശ്വാസയോഗ്യമായി കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണല്ലോ അവർ ഈ സർക്കുലർ, ഈ നോട്ടീസ് ഇറക്കിയിരിക്കുന്ന, ഈ മുന്നറിയിപ്പ്. നിങ്ങൾ നമ്മുടെ രാജ്യത്ത് കണ്ടുമുട്ടുന്ന ഓരോ വിദേശിയും ഇവിടെ കഴിഞ്ഞുകൂടുന്നത് നിയമപ്രകാരമാണോ അല്ലയോ, അവന് രേഖകൾ ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ നാട്ടിലെ തന്നെ അഴിമതിക്കാരായ ആളുകളാണ്, രാജ്യദ്രോഹികളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത്തരം ആളുകൾ ക്രിമിനൽ കുറ്റം ചെയ്താലേ ആരെ പിടിക്കാനാ? അവർ ചെയ്ത ക്രിമിനൽ കുറ്റം, ഇവിടെ എന്തെങ്കിലും കൊലപാതകം, രേഖകൾ ഉണ്ടാക്കിയത് ആര് എന്നും കൂടെ അന്വേഷിക്കണം. അതല്ലേ അന്വേഷിക്കേണ്ടത് ആദ്യം. രേഖകൾ ഉണ്ടാക്കുന്നത് എങ്ങനെ, ഉണ്ടാക്കിയാൽ കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെ? ഇനി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വോട്ടർ ഐ ഡി ഉണ്ടല്ലോ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. വോട്ടർ ID തൊട്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് വരെ കൃത്രിമമായി ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ കള്ളത്തരത്തിൽ വ്യാജമായി ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടല്ലേ. ആർക്കാണ് സാധിക്കുന്നത്? ഇപ്പൊ ഇത് വിദേശ രാജ്യത്തൊക്കെ പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാനൊക്കെ വിദേശത്ത് സൗദി അറേബ്യയിൽ പോയപ്പോൾ നമ്മൾ ലൈസൻസിന് പോലും എവിടെയും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി. റൂമിലിരുന്നാൽ കുറച്ച് ആവശ്യത്തിലധികം കാശ് കൊടുത്താൽ ലൈസൻസ് കൊണ്ടുതരും. പിന്നെ അവർ പറയും ലൈസൻസ് ഞങ്ങൾ തരുന്നു, വണ്ടി ഓടിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ നിന്റെ കാര്യമാണ് എന്ന് വെച്ചാൽ അവിടെ കൊടുക്കേണ്ടവർക്കൊക്കെ കാശ് കൊടുത്താൽ ലൈസൻസ് നമ്മളെ കയ്യിൽ കൊണ്ടുതരും. അങ്ങനെ കൊണ്ടുതരുന്നൊരു സംവിധാനം, അത്ര കുത്തഴിഞ്ഞ സംവിധാനം ആയിട്ട് നമ്മുടെ നാട് മാറിയാൽ എങ്ങനെയാണ്? അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വലിയൊരു ജാഗ്രതയാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇതിൽ ഇങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ആകെ നോക്കുന്നത് എന്താ? ഒരു പൗരൻ ജെനുവിനാണോ അല്ലേ നോക്കുന്നത് എന്താ? ആധാർ ഉണ്ടോ, ഇലക്ഷൻ ID ഉണ്ടോ, പാസ്പോർട്ട് ഉണ്ടോ, അത് ഒറിജിനലാണോ എന്ന് എങ്ങനെ പരിശോധിക്കുന്നത്? ഇത് ഓരോന്നും ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരുടെ അത് പരിശോധിക്കുമ്പോഴാണല്ലോ ബീഹാറിൽ നമുക്ക് തെരഞ്ഞെടുപ്പിൽ രേഖയിലുണ്ടായി വന്ന ആളുകളെ മുഴുവൻ ഇപ്പൊ കണ്ടില്ലേ. പുതിയ പരിശോധന വെച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കുന്നു. അപ്പൊ സുപ്രീം കോടതി പറയുന്നത് അവരെ എന്തിന് പുറത്താക്കുന്നു എന്ന് രാജ്യത്തോട് വിശദീകരിക്കണം, പറയാൻ ഗവൺമെന്റ് ബാധ്യസ്ഥ ആണല്ലോ. അപ്പോൾ അവിഹിതമായി ഉള്ളവർക്ക്, യഥാർത്ഥ അർഹതപ്പെട്ട പൗരന്മാർക്ക് ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ പോകുന്നു. ഇനി ഉള്ള ഐഡന്റിറ്റി കാർഡ് വ്യാജമാണെന്ന് വരുന്നു. രാജ്യത്തെ പൗരന്മാരല്ലാത്തവർക്ക് ID കാർഡ് കിട്ടുന്നു. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അല്ല, ഈ വോട്ടർ ID കാർഡ് ഇവർക്ക് കിട്ടുന്നത് കുറച്ചും കൂടെ സംശയാസ്പദമായ കാര്യമല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ ഇവർ മറ്റെല്ലാവരും ഇപ്പം വോട്ടർ ID കാർഡ് ഇല്ലാത്ത പൗരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് വോട്ടർ ID കാർഡ് ഇല്ല, ആധാറുണ്ട്, പക്ഷെ വോട്ടർ ID കാർഡ് ഇല്ല, കളഞ്ഞുപോയി അല്ലെങ്കിൽ എടുത്തിട്ടില്ല, അങ്ങനെയുള്ള വോട്ട് ചെയ്യാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വോട്ട് ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത. അപ്പം ഇവർ വോട്ടർ ID കാർഡ് സ്വരൂപിക്കുന്നത് എന്തിനായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതായത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഈ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും ഇതുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ കേരളത്തിലുണ്ടെന്നാണ്, അതെ കേരളത്തിലുണ്ടെന്നല്ലേ, കേരളത്തിൽ ഉൾപ്പെടെയാണ് അറിയിപ്പ്. വെസ്റ്റ് ബംഗാളിലും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ SIR വന്നിട്ടില്ല, ഉടൻ വരുമെന്ന് പറയുന്നു. അപ്പോൾ ഇവര് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇവർക്ക് വോട്ടർ ID കാർഡ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കൂടെ ചിന്തിക്കും. തീർച്ചയായിട്ടും വോട്ടർ ID കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷൻ കമ്മീഷൻ പോലെ ഒരു സ്ഥാപനം അറിഞ്ഞിട്ടാവുമല്ലോ. ഇലക്ഷൻ കമ്മീഷൻ പോലെ ഒരു സ്ഥാപനം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അറിഞ്ഞിട്ടാവുമല്ലോ. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തമ്മിൽ ഒരു നെക്സസ് രൂപം കൊള്ളുന്നു എന്നല്ല എൻ്റെ അർത്ഥം. അറിഞ്ഞവര് ഇപ്പോൾ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതിനെ വിജയുടെ പാർട്ടിയും മൂടി വെക്കുന്നു, മൂന്നാമതൊരുത്തൻ നമ്മൾ രണ്ടുപേരുടെയും മൂടി വെക്കുന്നു, കാരണം അവനും അവൻ്റെ താല്പര്യങ്ങളുണ്ടാവും. ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ ക്രൈമിൻ്റെ ഒരു നെക്സസ് ആയിട്ട് മാറുമ്പോൾ ഏത് കുറ്റകൃത്യത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ഇന്ത്യക്കാരല്ലാത്തവർക്ക് പോലും വോട്ടർ ID ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ പിന്നെ എന്താണ് ഈ ജനാധിപത്യ സംവിധാനത്തിന് സുതാര്യത എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഫ്രീ ആൻഡ് ഫെയർ വോട്ടിംഗ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ വായ്ത്താരിക്കൊക്കെ എന്താ അർത്ഥമുണ്ട്? ഗുരുതരമായ ചോദ്യങ്ങളാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളം ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്നത്. ഇത് ഏത് സമയത്താണ്? ഫേക്ക് വോട്ടിങ്ങിനെ കുറിച്ചുള്ള, ഫേക്ക് വോട്ടർ പട്ടികയെ കുറിച്ചുള്ള വലിയ തർക്കങ്ങൾ ബീഹാർ തൊട്ട് കേരളം വരെ, തൃശ്ശൂർ തൊട്ട് വയനാട് വരെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരസ്പരം ആരോപിക്കുകയാണ്. ഞാൻ ചേർത്തു, അവനും ചേർത്തു, ഞാൻ ചേർത്തത് അവൻ, നീ ഒരു BJP ഉൾപ്പെടെ പറയുകയാണ് വയനാട്ടിൽ. അപ്പൊ എന്താണ് വയനാട്ടിൽ ഇങ്ങനെ നടന്നത്? BJP ഉൾപ്പെടെ പറയുകയാണ്. അപ്പൊ അവര് തന്നെ പറയുകയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ കറക്റ്റ് ആണ് എന്നുള്ളത്. BJP തന്നെ പറയുന്നതിന് തുല്യമല്ലേ? അത് പറയുന്നതിന് തുല്യമാണ്. ഇപ്പോൾ എന്തൊരു അർത്ഥമാണുള്ളത്?
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാസ് ക്രൈമാണ്. അതെ. ഇന്ത്യയിലെ ജനത രാഷ്ട്രീയ പാർട്ടികളിലൂടെ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു സാമൂഹ്യ കുറ്റകൃത്യമായി മാറുകയാണ് ഈ ഫേക്ക് ഐഡികൾ. ആ കുറ്റകൃത്യത്തെ ആരാണ് കറക്റ്റ് ചെയ്യേണ്ടത്? അത് നമ്മുടെ സിസ്റ്റമാണ്. അതിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് വാണിംഗ് കൊടുത്താൽ മാത്രം പോരാ. ആഭ്യന്തര മന്ത്രാലയം വാണിംഗ് കൊടുക്കുന്നത് ആരുടെയെങ്കിലും നമ്മൾ ജാഗ്രതയോടെ കാണാനും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഗവൺമെന്റിനെ അറിയിക്കാനുമാണ്, ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കാനുമാണ്. അതിനുള്ള ജാഗ്രതയെങ്കിലും നമ്മൾ കാണിക്കണം. ബാക്കി ഗവൺമെന്റ് ചെയ്യുമോ നമുക്ക് കാത്തിരുന്ന് കാണാം.